ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UGC നെറ്റ് പേപ്പർ 1ന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ഏരിയയുമാണ് റിവൈസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ് ദ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഫ്രം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് മെയിൻ ആയിട്ടും എന്താണ് ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് ഫാക്ച്വൽ ഓറിയന്റഡ് പോർഷൻസും കോൺസെപ്ച്വൽ പോർഷൻസും ആയിട്ട് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. അപ്പം ടീച്ചിങ്, അതിന്റെ കോൺസെപ്റ്റ്സ്, ഇതെല്ലാം വളരെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്, ഇതിന്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ബ്ലൂംസ് ടാക്സണമി, ബ്ലൂംസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടീച്ചിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ബ്ലൂംസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലെവൽസ് ഓഫ് ടീച്ചിങ്. 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്, ബേസിക് റിക്വയർമെന്റ്സ്, വളരെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, എസ്പെഷ്യലി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണേഴ്സ് ആൻഡ് അഡോളസെന്റ് ലേണേഴ്സ്. അപ്പൊ നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് അഡൾട്ട് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഏതൊക്കെയാണ് അഡോളസെന്റ് ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ് കൊടുത്തിട്ട് ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ അഡൾട്ട് ലേണേഴ്സിന് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ വരാറുള്ളത്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് റിലേറ്റഡ് ടു ടീച്ചർ സെൻട്രിക്, ലേണർ സെൻട്രിക് ആൻഡ് സപ്പോർട്ട് മെറ്റീരിയൽ, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സ്വയംപ്രഭ, മൂക്ക്. അപ്പം ഈ 3 ടോപ്പിക്കും വളരെ ഇൻഡെപ്ത് ആയിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is outside the teacher centric method? താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ്, ഏത് മെത്തേഡ് ആണ് ടീച്ചർ സെൻട്രിക് അല്ലാത്തത്? ഏതൊക്കെയാണ്? ഡെമോൺസ്ട്രേഷൻ, ടീം ടീച്ചിങ്, എൻക്വയറി മെത്തേഡ് ആൻഡ് ലെക്ചർ മെത്തേഡ്. ഇതിൽ ഏതാണ് ഔട്ട് ഓഫ് ടീച്ചർ സെൻട്രിക്, അതായത് ഇതിൽ ഏതാണ് ലേണർ സെൻട്രിക് ടീച്ചിങ് മെത്തേഡ്? ഏതാണ്? എൻക്വയറി അപ്രോച്ച്. യെസ്, എൻക്വയറി അപ്രോച്ച്. നമുക്കറിയാം ഡെമോൺസ്ട്രേഷൻ, ടീം ടീച്ചിങ്, ലെക്ചർ മെത്തേഡ്, ഇതെല്ലാം ടീച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് ആണ് അല്ലെ? ഒരു ടീച്ചർ അവർക്ക് ഡെലിവറി ഓഫ് എ കണ്ടന്റ് ഇൻ യൂസ്ഡ് ലാംഗ്വേജ്. ഓക്കെ. എൻക്വയറി മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആണ്. ഇപ്പം നമ്മൾക്ക് ഒരു പ്രൊജക്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി കൊടുക്കുന്നു, ഏതെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തിട്ട് അവരോട് അത് പഠിച്ച് വരാൻ, അല്ലെങ്കിൽ അതിനെ പറ്റി കൂടുതൽ അറിഞ്ഞ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പറയുന്ന മെത്തേഡാണ് എൻക്വയറി മെത്തേഡ്. ഓക്കെ. നമുക്കറിയാം, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ടീച്ചർ സെൻട്രിക് മെത്തേഡും ഉണ്ട്, ലേണർ സെൻട്രിക് മെത്തേഡും ഉണ്ട്. അപ്പൊ ടീച്ചർ സെൻട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറിനെ ആയിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ലേണർ സെൻട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഫോക്കസ് മെയിൻലി ഓൺ സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. ബോത്ത് ആസ്പെക്റ്റിലും നമുക്ക് ഫോക്കസ് ഉണ്ട്, പക്ഷെ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് സ്റ്റുഡൻസിനെയാണ്. പിന്നെ ടീച്ചർ സെൻട്രിക് മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ടീച്ചറിന്റെ ഒരു വൺ വേ ആയിരിക്കും. അതായത് ടീച്ചർ അവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നു, കുട്ടികളത് മനസ്സിലാക്കുന്നുണ്ടോ, എത്രമാത്രം അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ടീച്ചർ സെൻട്രിക് മെത്തേഡിൽ ഇല്ല. അപ്പൊ ലേണർ സെൻട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസും ടീച്ചറുമായിട്ട് കണ്ടിന്യൂസ് ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും, അവർക്ക് ഓൺ ടൈമിൽ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ടീച്ചർ സെൻട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ സ്കൂളിലൊക്കെ കണ്ടുവരുന്ന മെത്തേഡാണ് ടീച്ചർ സെൻട്രിക് മെത്തേഡ്. അതായത് ടീച്ചർ ഒരു സ്റ്റിമുലസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നു, അവരത് ബൈഹാർട്ട് ചെയ്യുന്നു. ഓക്കെ. ലേണർ സെൻട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്? സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ടീച്ചിങ്. ഓക്കെ. അപ്പം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്ക് ടീച്ചർ സെൻട്രിക് സ്ട്രാറ്റജി ഉണ്ട്, മിക്സഡ് സ്ട്രാറ്റജി ഉണ്ട്, ലേണർ സെൻട്രിക് സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചർ സെൻട്രിക്കിലും യൂസ് ചെയ്യാം, സ്റ്റുഡന്റ് സെൻട്രിക്കിലും യൂസ് ചെയ്യാം. അപ്പം ടീച്ചർ സെൻട്രിക് സ്ട്രാറ്റജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം ലെക്ചർ മെത്തേഡ്, ടീം ടീച്ചിങ്, വീഡിയോ ഓർ TV പ്രസന്റേഷൻ ആൻഡ് ഡയലോഗ് ടീച്ചിങ് ഓർ ഡയറക്ട് ടീച്ചിങ്. ഓക്കെ. മിക്സഡ് സ്ട്രാറ്റജിയിൽ നമുക്ക് വരുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, സെമിനാർ, പാനൽ ഡിസ്കഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ്, പ്രൊജക്ട് മെത്തേഡ്, ട്യൂട്ടോറിയൽസ്, കേസ് സ്റ്റഡി, റോൾ പ്ലേ, സിമുലേഷൻ, ഡെമോൺസ്ട്രേഷൻ എക്സെട്ര. വീണ്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതിനകത്ത് നമ്മൾ എടുത്തു ചോദിക്കും എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ്, എത്ര പേരാണ് ഒരു സെമിനാറിലുള്ളത്, എന്താണ് ഒരു സെമിനാറും കോൺഫറൻസും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൽ ഏതൊക്കെയാണ്, എന്താണ് സിമുലേഷൻ. ഒക്കെ ഇങ്ങനത്തെ നമുക്ക് ഓരോ പോയിന്റ്സും എടുത്തും ചോദ്യങ്ങൾ വരാറുണ്ട്. When it's come to learner centric method, we have tutorials, assignments, project work, case study, programmed instruction. ഓർത്തിരിക്കുക, ഒരുപാട് തവണ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ. എന്താണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷന്റെ
ഫീച്ചർ എന്താണ് പ്രോഗ്രാം. നമ്മൾ ചില ആപ്പുകളിലൊക്കെ അല്ലെ പഠിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഓരോ ലെവലും എന്താണ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ലെവൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ലെവൽ അവിടെ റെഡിയാണ്. അപ്പൊ അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഇൻസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ആ പ്രോഗ്രാം ഫുള്ളും എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ഫുള്ളും നമ്മൾ പ്രീവിയസ്ലി പ്രിപ്പയർഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ഘട്ടം കഴിയുമ്പോഴും അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് സാധിക്കും. അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നന്നായിട്ട് പ്രോഗ്രാംഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ലേണേഴ്സിന് അവർക്ക് എന്താണ് തന്നെ പഠിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ആദ്യത്തെ ഒരു മെത്തേഡ് പഠിക്കുന്നു, അത് ആ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ മൂവ് ടു അനദർ ലെവൽ. സോ ദാറ്റ് ഈസ് വൈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഈസ് എ ലേണർ സെൻട്രിക് സ്ട്രാറ്റജി. ദെൻ ഇന്ററാക്റ്റീവ് വീഡിയോ, ഓപ്പൺ ലേണിംഗ്, പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, ദെൻ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡും അവരെടുത്ത് ചോദിക്കാറുള്ള ഒരു മെത്തേഡാണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഇൻവോൾവ്സ് ദ ഹയസ്റ്റ് ഓർഡർ തിങ്കിങ് സ്കിൽ? ഏതാണ്? റിഫ്ലക്റ്റീവ് ലെവൽ. റിഫ്ലക്റ്റീവ് ലെവൽ. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്റ്റീവ് ലെവൽ ആണ് കറക്റ്റ് ആൻസർ. സോ വൺസ് അഗൈൻ, ലെവൽസ് ഓഫ് ടീച്ചിങ്, ഇത് നമുക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ലെവൽസ് ഓഫ് ടീച്ചിങ് നമുക്കറിയാം 3 ലെവലാണുള്ളത്. ഫസ്റ്റ് ലെവൽ ഈസ് മെമ്മറി, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ഓക്കെ, അപ്പൊ മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഒരു മെമ്മറി ലെവൽ ടീച്ചിങ് ആണ്. നമ്മൾ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു, സ്റ്റുഡൻസ് അത് ബൈഹാർട്ട് ചെയ്യുന്നു. അപ്പൊ മെമ്മറി ലെവലിൽ കൂടുതലും ബൈഹാർട്ടിംഗ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ പാസീവ് ആയിരിക്കും. ടീച്ചറാണ് ഇവിടുത്തെ മെയിൻ റോള്. അപ്പൊ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റുഡൻസും നിൽക്കുന്നത്. അപ്പൊ ടീച്ചർ ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും സ്റ്റുഡന്റ് ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളുമാണ്. മെമ്മറി ലെവലില് സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ എന്താണ്? പാസീവ് പാർട്ടിസിപ്പേഷൻ ആണ്. സോ മെമ്മറി ലെവലിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത് ഹെർബാർട്ട്. ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മെമ്മറി ലെവലിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് ലെവൽ ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇപ്പൊ നമ്മളൊരു +1 +2 ഡിഗ്രി ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചിങ് ആണ്. അതായത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ നമ്മൾ +1 +2 വരുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതായത് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി അത് തമ്മിലുള്ള എന്താണ്, അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ ആവശ്യം. സോ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ടീച്ചിങ്ങിന്റെ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത് മൊറിസൺ ആണ്. ഓർത്തിരിക്കുക. ദെൻ ഹയസ്റ്റ് ലെവൽ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇപ്പൊ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ PG PhD ആ ലെവലിൽ വരുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. മോസ്റ്റ് തോട്ട്ഫുൾ ആണ്. ആൻഡ് എന്താണ്, ഈ ഒരു ലെവലിൽ സ്റ്റുഡന്റിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, കൂടുതലും ലേണർ സെൻട്രിക് മെത്തേഡ് ആയിരിക്കും നമ്മൾ റിഫ്ലക്റ്റീവ് ലെവലിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ റിഫ്ലക്റ്റീവ് ലെവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു PhD ചെയ്താൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു, എന്നാൽ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അപ്പം റിഫ്ലക്റ്റീവ് ലെവലില് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കും. ഓക്കെ, നമ്മൾ PhD ചെയ്യുമ്പോൾ നമ്മുടെ PhD ഗൈഡ് പോലെ റിഫ്ലക്റ്റീവ് ലെവലില് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം is used to provide a virtual environment for teachers and students. Statement number 2, learning management system can be used for blended learning as well as for online learning. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? anyone? ആർക്കെങ്കിലും സ്റ്റേറ്റ്മെന്റ് 2. Statement 2 അല്ല, Statement 1 ആണ്. See, learning management system is used to provide a virtual environment for teacher and students. അല്ലെ, നമുക്ക് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട്. നെറ്റിന്റെ ക്ലാസ് നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് പഠിക്കുവാണ്. വി ആർ യൂസിങ് എ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then learning management system can be used for blended learning as well as for online learning. സോ ബ്ലെൻഡഡ് ലേണിംഗിലും ഓൺലൈൻ ലേണിംഗിലും നമുക്ക് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. സോ സം നോട്ട്സ് നിങ്ങൾക്ക് ഓഫ്ലൈനിലും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അതാണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബ്ലെൻഡഡ് ലേണിംഗ് ആസ് വെൽ ആസ് ഫോർ ഓൺലൈൻ ലേണിംഗ്. ഓക്കെ, ഇപ്പൊ നമ്മൾ
ചില കോളേജുകളിൽ അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അവർ അവരുടെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഓപ്പൺ ചെയ്യുന്നു, പ്രൊജക്ടറിൽ ലൈവ് ആയിട്ട് എന്താണ് കുട്ടികളെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് പഠിപ്പിക്കാറുണ്ട്. അപ്പം നമുക്ക് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഓൺലൈൻ മാത്രമല്ല ബ്ലെൻഡൽ ടീച്ചിങ്ങിനും യൂസ് ചെയ്യാൻ സാധിക്കും. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 and 2 are correct. A learning management system is a software, application or a web-based technology used to plan, implement and assess a specific learning process. Okay, next question. Which of the following type of assessment is done for giving grades, mark, credit to the students? ഏതാണ്? അപ്പം അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇവാലുവേഷൻ, ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന 4 ടൈപ്പ് ആണ് ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, നോം റെഫറൻസ്ഡ് ആൻഡ് ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? സമ്മേറ്റീവ്. യെസ്, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ? നമ്മൾ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ നിലവാരം അളക്കാൻ വേണ്ടി എക്സാം നടത്തുന്നു, അവർക്ക് ഗ്രേഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവരുടെ ഇവാലുവേഷൻ പ്രോസസ് നടത്തുന്നു. അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പം സമ്മേറ്റീവ് ഇവാലുവേഷൻ വി ആർ യൂസിങ് അറ്റ് ദ എൻഡിലാണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ ക്ലാസ്, ഡ്യൂറിങ് ദ ടീച്ചിങ് പ്രോസസ്, അതായത് നമ്മൾ ഒരു പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നു, അപ്പം ഡ്യൂറിങ് ദാറ്റ് പീരീഡ് വി ആർ ഗിവിംഗ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. ചെറിയ ചെറിയ ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നു, അവരോട് ഡെയിലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ കുട്ടികളെ എന്താണ് നമുക്ക് അവരുടെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഡ്യൂറിങ് ദ കരിക്കുലം. ഓക്കെ, സമ്മേറ്റീവ് ഇവാലുവേഷൻ മീൻസ് എൻഡ് ഓഫ് ദ എന്താണ് പ്രോഗ്രാം ഓർ എൻഡ് ഓഫ് ദ കരിക്കുലം നമ്മൾ അവരുടെ ഔട്ട്കം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇവാലുവേഷൻ ആണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ദെൻ അനദർ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഈസ് നോം റെഫറൻസ്ഡ് ആൻഡ് ക്രൈറ്റീരിയ റെഫറൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ് നോം റെഫറൻസ്ഡ് ആൻഡ് ക്രൈറ്റീരിയ റെഫറൻസ്ഡ്. എന്താണ് നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? നെറ്റ് എക്സാം എന്താണ് ഒരു നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആണോ ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ടെസ്റ്റ് ആണോ? നോം റെഫറൻസ്ഡ്. യെസ്, നോം റെഫറൻസ്ഡ് ടെസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ ടോപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാർക്ക് ബേസ് മാർക്കായിട്ട് ആ മാർക്കിനോട് മറ്റുള്ളവരുടെ മാർക്ക് കമ്പയർ ചെയ്ത് അവർക്ക് റാങ്കിങ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം നെറ്റിന്റെ എക്സാം 300 മാർക്കിലാണ്, 200 ആണ് ടോപ്പറിന്റെ മാർക്ക്. ഓക്കെ, നമ്മൾ ആ ടോപ്പറിന്റെ മാർക്ക് ബേസ് മാർക്കായിട്ട് എടുത്തിട്ട് ഇപ്പൊ ടോപ്പറിന് 100%. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു മാർക്ക് ബെഞ്ച് മാർക്ക് വെച്ച് താഴോട്ട് വരുന്നവർക്ക് 99%, 98%. അതാണ് ഈ പെർസെന്റേജും പെർസെന്റൈലും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്താണ് ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ്, നിങ്ങൾ ഒരു പ്രത്യേക ക്രൈറ്റീരിയ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ. നമ്മളൊരു ക്രൈറ്റീരിയ വെക്കുന്നു, അപ്പം എന്താണ് 60 to 70% ബി ഗ്രേഡ്, അല്ലെങ്കിൽ 70 to 80% ബി പ്ലസ്, 80 എബോ എ, 90 എബോ എ പ്ലസ്. നമ്മളൊരു ഗ്രേഡ് വെക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ട്. ഈ ക്രൈറ്റീരിയ പാസ്സായവർ അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ ക്വാളിഫൈ ആയവർക്ക് ഈ ഗ്രേഡ്. ഓക്കെ, അതാണ് ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നോർമലി ഡ്രൈവിംഗ് ടെസ്റ്റ് ഇറ്റ് ഈസ് എ ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ചില ടെസ്റ്റുകൾ നിങ്ങൾ 50% മാർക്ക്, അതാണ് ക്രൈറ്റീരിയ. അപ്പൊ 50% മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ആ ഒരു ടെസ്റ്റ് പാസ്സാകുന്നു. ദാറ്റ് ഈസ് എ ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ഇവാലുവേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ നിലവാരം അളക്കാൻ വേണ്ടി നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണ്. ഞാനൊരു ടീച്ചറാണ്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ നിലവാരം അളക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെസ്റ്റ് നടത്തുവാണ്. ദാറ്റ് ഈസ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ. ഓക്കെ, ദെൻ ഡയഗ്നോസ്റ്റിക്, അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് പ്രോബ്ലം ഉണ്ടോ, ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ സഡൻ ആയിട്ട് അവരുടെ എന്താണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ മാർക്ക് കുറയുകയാണ്. അപ്പൊ എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടു ഡയഗ്നോസ് ദ പ്രോബ്ലംസ് വി വിൽ ഡു ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ക്ലിയർ? സോ ഓർത്തിരിക്കുക, വൺസ് അഗൈൻ ഫോർമേറ്റീവ് ഇവാലുവേഷൻ മീൻസ് ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഫേസ്. സമ്മേറ്റീവ് മീൻസ് it takes place after the program. Okay, and a norm reference test compares a test taker score to a representative group. ഇത് ഓർത്തിരിക്കുക, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡും
മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ,